ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കഫറ്റീരിയയിൽ നിന്ന് ഇറങ്ങി വേറൊരു ഗ്രൗണ്ട് പോലത്തെ ഒരു സ്ഥലം കണ്ടു. വണ്ടിയിൽ ഇങ്ങനെ വന്നപ്പോഴേക്കും എനിക്ക് തോന്നുന്നു എന്തോ ഫുട്ബോൾ കോർട്ടായിരുന്നെന്ന് തോന്നുന്നു. നേരത്തെ ഫുട്ബോളിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം യൂസ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അതൊക്കെ തുരുമ്പെടുത്തിരിക്കുവാണ്. പിന്നെ കുറച്ച് വള്ളം അതൊക്കെ ഇങ്ങനെ സൈഡിൽ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കടലാണെങ്കിൽ ഇച്ചിരി ഇറങ്ങി അങ്ങനെ ഇരിക്കും. അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ എനിക്ക് തോന്നുന്നത് വണ്ടിയൊക്കെ ഇങ്ങനെ ഇടുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഒത്തിരി വണ്ടിയൊക്കെ ഇട്ട പാടുകൾ, ടയറിൻ്റെ പാടൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടോ, ഫുട്ബോൾ കോർട്ടിൻ്റെ പോലെ നെറ്റൊക്കെ വന്നിട്ട്. ഇതാണ് സ്ഥലം. കണ്ടോ, അവിടെ ഇങ്ങനെ വള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിലൂടെ റോഡ്. ഇവിടെ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ കടലൊത്തിരി ഇങ്ങോട്ട് ഇറങ്ങിയിട്ടാണ്, കടലിൻ്റെ ഒരു ഭാഗമാണിത്. ഒത്തിരി അങ്ങോട്ട് ഇറങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളൊരു ഗ്രാമത്തിലേക്ക് കടന്നു കേട്ടോ ഇപ്പം. അത് നമ്മളിങ്ങനെ ചായ കിട്ടുന്ന കട നോക്കി വന്നതാ. അപ്പോൾ ഒരു ഗ്രാമപ്രദേശം പോലെ, ഭയങ്കര ഒരു ഗ്രാമപ്രദേശം പോലത്തെ ഒരു സ്ഥലം കണ്ട്. നമ്മുടെ ഈ നാട്ടിലെ ഈ കുഞ്ഞ് ജംഗ്ഷനിൽ ഒരു കുഞ്ഞു കട അങ്ങനെയൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. ഒരു കുഞ്ഞു കട ഒരു ജംഗ്ഷനിൽ വന്നിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ വൈകിട്ട് അവിടെ വന്നിരിക്കുന്ന അങ്ങനത്തെയൊക്കെ. അതുകൊണ്ട് മലയോട് ചേർന്നൊരു കൊട്ടാരം പോലത്തെ ഒരു സംഭവം പണിയുന്നത്. വീടല്ല, ഇത്രയും വലിയ ഇതൊരു കൊട്ടാരം പോലെ ഉണ്ടല്ലേ. കണ്ട, സ്റ്റെപ്പായിട്ട് സൈഡിൽ കുറച്ച് സാധനം. പിന്നെ ഇങ്ങനെ നല്ല രസമുണ്ടല്ലേ. ശരിയാ, ഇവര് എന്ത് ധൈര്യത്തിലല്ലേ ഇങ്ങനെ താമസിക്കുന്നത്. മല ഇടിഞ്ഞ് വീണ് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി പോയിട്ടാന്ന് തോന്നുന്നു പോകുന്നത്. ആട്, എല്ലായിടത്തും ആട്. ആദ്യമായിട്ട് ഞാൻ ഈ കളറിലെ ആടിനെ ഇവിടെ കണ്ടത്. ബാക്കി എല്ലായിടും ബ്രൗൺ കളർ ആട്. കണ്ട, കുട്ടികളൊക്കെ സൈക്കിള് ചവിട്ടി പോകുന്നു വൈകുന്നേരം. അതെ, വീടുകളാണെങ്കിലും അങ്ങനത്തെ വീടുകളെല്ലാം. അതായത് മുറ്റമൊന്നും തീരെ ഇല്ല, റോഡിനോട് ചേർന്നിട്ടുള്ള വീടുകള്. ഒരു പ്രത്യേക രീതിയിൽ കണ്ട, ഇവിടെ സൈഡിൽ ഈന്തപ്പനകള് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതെ ആടുകള്, മരങ്ങൾ. റോഡിന്റെ നടുക്ക് നിക്കുവാണ് ആട്. അയ്യോ, കാല് വയ്യാത്ത ആട്. അവിടെ ഒരു ആട് നിപ്പുണ്ട് കേട്ടോ റോഡില്. നമ്മുടെ അവിടെ ഈ പട്ടികളൊക്കെ നിക്കുന്ന ദേ ഒരു ആട് മലയുടെ മുകളിൽ കയറി പോകുന്നു. നമ്മുടെയൊക്കെ അവിടെ റോഡ് സൈഡിൽ തെരുവ് പട്ടികളൊക്കെ നിക്കുന്ന പോലെ ഇവിടെ ഫുള്ള് ആടുകള്. ഇനി അങ്ങോട്ട് വീടുകൾ
ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങള്. അതായത് അവിടെ എനിക്ക് തോന്നുന്നു ആൾതാമസം ഇല്ലാത്ത വീടുകളാന്ന് തോന്നുന്നു. കരിങ്കല്ല്. ആ ചില കെട്ടിടങ്ങള് കരിങ്കല്ല് ഈ പാറ പൊട്ടിക്കണ്ട് ഈ സൈഡിൽ കിടക്കുന്നുണ്ട്. പാറ പൊട്ടിയ കല്ലുകള് പോലത്തെ. അങ്ങനെ നമ്മള് തിരിച്ചു പോകുവാണ് വീണ്ടും ചായ അന്വേഷിച്ച്. ഈ വണ്ടി എവിടെ നിന്ന് വന്നു? ഇവരും നമ്മളെ പോലെ ഇറങ്ങിയായിരിക്കും. ഗൈസ്, അവസാനം ഞങ്ങൾക്ക് ചായ ഉള്ളൊരു സ്ഥലം കിട്ടിയിരിക്കുവാണ്. അങ്ങനെ നമ്മള് 2 ചായ പറഞ്ഞു. നമുക്ക് പുറത്തിരുന്ന് അവന്റെ പുറത്തിരുന്ന് ചായ കുടിക്കാൻ കേട്ടോ. രാവിലെ തൊട്ട് ചായ തപ്പി നടന്ന് അതെ, ഇപ്പോഴാണ് കിട്ടുന്നത്. ഈ കടയിൽ നിന്നാണ് നമ്മൾ ചായ വാങ്ങാൻ പോകുന്നത്. നമുക്ക് പുറത്തിരുന്ന് ചായ കുടിക്കാം. അപ്പൊ ഇവിടെ നമ്മളിത് ചായയൊക്കെ എടുത്തോണ്ട് വന്നു. ഇവിടെ ഇരുന്നാണ് ചായ കുടിക്കുന്നത്. ഒരാൾ അവിടെ നിന്ന് എന്തോ വാങ്ങുന്നുണ്ട്. അവിടെ ഒരു ചെറിയൊരു തട്ട്, ഒരു സ്റ്റാൻഡ് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് എന്തോ പലഹാരമാണോന്ന് അറിയില്ല, എന്തോ കഴിക്കുന്ന സാധനമുണ്ട്. അപ്പം അതൊക്കെ വാങ്ങുവാണ്. നമ്മളിവിടെ ഈ സ്ഥലത്ത് നമ്മൾ ഇത്തിരി മുന്നേ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ വേറെ സ്ഥലത്തും ചുമ്മാ ഒന്ന് പോയി നോക്കാമെന്നും പറഞ്ഞ് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോയത്. അപ്പം നമ്മളോർത്ത് ഇവിടെ കാണത്തില്ല എന്നോർത്ത് നമ്മൾ പാസ് ചെയ്ത് പോവുമായിരുന്നു. പിന്നെ തിരിച്ച് വന്നപ്പം ചോദിച്ചപ്പോഴാണ് അവിടെ ചായ ഉണ്ടെന്ന് പറഞ്ഞത്. ഇതെന്താന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഇത് മറ്റേ ലുക്കൈമത്ത കേട്ടോ. ഞാനാണെങ്കിൽ അവിടെ നിന്ന് ചായ മേടിച്ചിട്ട് ഇറങ്ങാൻ നേരം അവിടെ അവർ വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ അതോടൊരെണ്ണം മേടിക്കാന്ന് വെച്ചാൽ അതും മേടിച്ചു. 5 ദിർഹംസ്. നമ്മളങ്ങനെ ചായ കുടിച്ചിട്ട് തിരിച്ചു വന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇന്നലത്തെ ബീച്ചിലേക്ക് തന്നെ വന്നു, ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുവാണ്. എല്ലാവരും ഒരു ടെൻ്റൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. കുറേ പേരൊക്കെ ഓൾറെഡി വന്നു. നമ്മളപ്പം ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്ലാൻ ചെയ്ത് ഇവിടെ വെക്കാൻ പോകും. നമ്മൾ ഇന്നലെ അവിടെയായിരുന്നു ഒരു യെല്ലോ കളർ ടെൻറ്റ് കണ്ടോ, അവിടെയായിരുന്നു ഇന്നലെ നമ്മൾ. ആ യെല്ലോ കളർ ടെൻറ്റിൻ്റെ അവിടെ കൂടാരം പോലത്തെ ഇതില്ലേ, അതിൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു ഇന്നലെ നമ്മൾ. ഇന്നപ്പം നമുക്ക് ഇവിടെ വെക്കാം. നമ്മളങ്ങനെ ടെൻ്റൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഫുഡ് കഴിക്കാൻ വന്നതാണ്. അതായത് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് വാങ്ങിയെന്ന് പറഞ്ഞില്ലേ, നമുക്ക് മെനു കിട്ടിയപ്പോൾ നമ്മൾ മന്തി വാങ്ങിയെന്ന് പറഞ്ഞില്ലേ, ആ ഷോപ്പിൽ തന്നെയാണ് നമ്മൾ വന്നത്. അത് നമ്മൾ വന്നപ്പം മുകളിൽ കണ്ടില്ലേ ഒരു ലൈറ്റൊക്കെ ഇട്ടൊരു സെറ്റപ്പ് കണ്ടായിരുന്നു. അപ്പോൾ അത് നൈറ്റ് അത് ഓപ്പൺ ആവത്തുള്ളൂ. അപ്പോൾ അത് അവിടെ കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ്. നമ്മളപ്പം മുകളിലേക്ക് പോവുകയാണ്, സ്റ്റെപ്പിൽ കയറി. ഞങ്ങൾ ഓടിച്ചാടി സ്റ്റെപ്പിൽ കയറി ചെന്നപ്പോൾ അവിടെ സ്ഥലമില്ല, ഫുള്ളാണ്. അപ്പം നമ്മൾ താഴത്തെ സ്പേസ് ഉണ്ട്, പക്ഷെ നമ്മൾ മുകളിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കയറി പോയത്. അതുകൊണ്ട് നമ്മൾ അവരോട് പറഞ്ഞു അവിടുത്തെ ഫ്രീ ആവുമ്പോഴേക്കും നമ്മൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ പുറത്ത്
കൂടെ ഇത്തിരി നടക്കാൻ നോക്കും. നമ്മള് മറ്റേ ദോ ക്രൂസിന് വന്നില്ലേ, അപ്പം ആ നേരെ പോകുന്ന റോഡ് അങ്ങോട്ടേക്കാ, അപ്പം മറ്റേ വെള്ളത്തിന്റെ തീരത്ത്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് ഇച്ചിരി നടക്കാൻ നോക്കാം. എന്തായാലും അവരൊക്കെ അവിടെ കഴിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പം കുറേ സമയം എടുക്കും. ഇവിടെ ഇപ്പം ആരുമില്ല. നമ്മൾ അന്നേരം വന്നപ്പോൾ ഇവിടെ ഫുള്ള് ആൾക്കാരായിരുന്നു കേട്ടോ. ഇപ്പം ബോട്ടെല്ലാം കരയ്ക്ക് അടുപ്പിച്ചിട്ടിരിക്കുവാണ്. ഇവിടെ നൈറ്റ് ക്രൂയിസും ഉണ്ട് കേട്ടോ, നൈറ്റ് ക്യാമ്പിങ്. നൈറ്റ് ക്യാമ്പിങ് അതെന്തോ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് മറ്റേ ദോ ക്രൂസിന്റെ അകത്ത് തന്നെ നമുക്ക് ക്യാമ്പ് ചെയ്യാനും പറ്റും. പിന്നെ ഇവിടെ ഐലൻഡിൽ പോയിട്ട് നിർത്തിയിടുമെന്ന് തോന്നുന്നു. നമ്മള് നീന്താൻ അവർ ആങ്കർ ചെയ്തിട്ടായിരുന്നു, അതുപോലെ ആങ്കർ ചെയ്ത് ഇടുമെന്ന് തോന്നുന്നത്. ഇനി അപ്പം ഞങ്ങള് ചൂണ്ട നോക്കാന്ന് ഓർത്തു. ഞങ്ങളെ ടേബിൾ ഒഴിയുന്ന സമയം കൊണ്ട് ഞങ്ങളാണെങ്കിൽ മറ്റേ ചൂണ്ടക്കട കണ്ട, അന്നേരം അവിടെ പോയിട്ട് ചൂണ്ടയൊന്ന് നോക്കാമെന്നും കണ്ട. ഇന്നലെ ഞങ്ങൾ അവിടെ ടെന്റിൽ ഇരുന്നപ്പോഴേക്കും കുറെ പേര് അവിടെ ചൂണ്ട ഇടുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരാള് നല്ല ഭയങ്കര പ്രൊഫഷണൽ ചൂണ്ടക്കാരനെ പോലെ നീട്ടി അങ്ങോട്ട് എറിഞ്ഞ് അങ്ങ് ദൂരെ എറിഞ്ഞ് വലിയ പിടിക്കുമെന്നാ ഓർത്തത്. എന്നിട്ട് പുള്ളി കുറെ നേരമായിട്ട് എന്തോ വലിയ സംഭവം കുടുങ്ങിയ പോലെ വലിച്ച് കരക്കെത്തപ്പോ എന്തുവായിരുന്നത്, തെർമോക്കോളിന്റെ എന്തോ കഷ്ണവോ എന്തോ പിള്ളേരുടെ കളിപ്പാട്ടോ അങ്ങനെ എന്തോ സാധനം വെള്ളത്തിൽ ഒഴുകി വന്നതായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ ഞങ്ങൾ എഴുന്നേറ്റപ്പോഴേക്കും കുറെ ആൾക്കാര് ചെറിയ ചെക്കന്മാര് വന്ന് ചൂണ്ടയിട്ട് അവര് അതായത് ജസ്റ്റ് ഇങ്ങനെ വള്ളി മാത്രം ഇങ്ങനെ ഇട്ടിട്ട്, അപ്പൊ ഇവര് അറിയാത്ത ആൾക്കാരൊക്കെ നമുക്ക് കണ്ട ഇവർക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നു. ജസ്റ്റ് ഇവര് കടലിന്റെ തീരത്തേക്ക് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ വലിച്ചെടുക്കുമായിരുന്നു. അപ്പൊ തന്നെ അതിലൊരാൾക്ക് പെട്ടെന്ന് ഇങ്ങനെ മീൻ കിട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. അത് കണ്ടപ്പോൾ ഞങ്ങളോടത്ത് ഒരു ചൂണ്ട വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് ഓർത്തു നാളെ രാവിലേക്ക്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ചൂണ്ട നോക്കാൻ പോവാണ്. ഇനി ചൂണ്ടക്കടയിൽ ചെന്നിട്ട് കാണിക്കാം. വീണ്ടും നമ്മളെ ഫ്രീ ആണെന്ന് പറഞ്ഞ് മുകളിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പോയി നോക്കാം. വീണ്ടും നമ്മൾ പോവുകയാണ്. ആർക്കൊന്നും അറിയത്തില്ല. ഇവിടെ സൂപ്പറാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ടൊക്കെ. നമ്മളപ്പം ഇതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് സീറ്റൊക്കെ കിട്ടി. അപ്പോൾ നമ്മൾ മെനു നോക്കിക്കൊണ്ടിരിക്കുവാണ് എന്ത് വാങ്ങണം എന്നൊക്കെ. നമ്മളപ്പം ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ബിരിയാണിയാണോ മന്തി? നമ്മളപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ബിരിയാണിയാ പറഞ്ഞത്, മന്തിയാ വന്നത്. അതെ, ഉച്ചയ്ക്ക് ബിരിയാണി ചോദിച്ചപ്പോൾ മന്തിയാ ഉള്ളെന്ന് പറഞ്ഞു, അന്നേരം മന്തിയാ കിട്ടിയത്. അതെ, എന്തായാലും ഞങ്ങളൊരു മന്തി ഹാഫ് മന്തി മേടിച്ച് പിന്നെ അവകാഡോ ജ്യൂസും പൈനാപ്പിൾ ജ്യൂസ് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതും കൂടെ കിട്ടിയിട്ട് കഴിച്ചു തുടങ്ങാൻ നോത്ത് ഞങ്ങള്. ഉച്ചക്ക് പോയി അത് ഈ ടേബിളിന്റെ അടി കിടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുക, അതൊക്കെ പരിപാടി. അപ്പം ഉച്ചയ്ക്ക് ഞങ്ങൾ ഇവിടുന്ന് തന്നെയാ ഫുഡ് വാങ്ങിയത്. അത് നല്ല ഫുഡായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളപ്പം ഇവിടെ തന്നെ വരാന്ന് ഓർത്തത്. ടർക്കിഷ് ഹോട്ടലാ, പനാർ മുസാണ്ടൻ ടർക്കിഷ് ഹോട്ടൽ, അങ്ങനെ അതിന്റെ പേര്. അപ്പൊ നമ്മുടെ ഫുഡൊക്കെ വന്നു. ഇനി നമ്മൾ കഴിക്കട്ടെ. ഞങ്ങളപ്പോൾ കഴിച്ചിട്ട് ഇറങ്ങി. വയറൊക്കെ ഫുള്ളായി. പിന്നെ ചൂണ്ടയുടെ കടയിൽ പോയി ചൂണ്ടയുടെ റേറ്റൊക്കെ ചോദിച്ചു. ചൂണ്ട പിന്നെ നമ്മൾ റേറ്റ് ഉണ്ട് അത്യാവശ്യം. 120 ദിർഹംസും 150 ദിർഹംസും ഉണ്ട്. പിന്നെ നമ്മൾ നാളെ രാവിലെ പോകും. അപ്പൊ പിന്നെ ചുമ്മാ രസത്തിന് ഇങ്ങനെ അപ്പൊ ഇത്രയും വില കൊണ്ട് വേണ്ടാന്ന് വെച്ചു. ഇനിയിപ്പോ നമ്മള് ബീച്ചിലേക്ക് പോകുവാണ് ഗൈസ്. അപ്പം ഞങ്ങൾ ടെൻറ്റിലാണിപ്പം. ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. ഇപ്പം സമയം 11:05. അപ്പം നമുക്ക് നാളെ കാണാം.